ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. യേശു മാമോദീസായ്ക്ക് ശേഷം 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ആത്മാവിനാൽ നിറഞ്ഞ് പ്രസംഗിച്ച ആ സന്ദേശം ഇതാണ്: മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് യോഹന്നാനും പറഞ്ഞത്, സ്നാപക യോഹന്നാൻ പറഞ്ഞത്, മനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാനായി അയക്കുമ്പോൾ ജനങ്ങളോട് പറയാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തിൽ 90 പ്രാവശ്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യത്തിൽ എങ്ങനെ എത്തിച്ചേരണം? ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് 3 വർഷം പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ദൈവരാജ്യം എന്ന് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിഞ്ഞുകൂടാ എത്ര പേര് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ദൈവരാജ്യം? ഞാൻ ദൈവരാജ്യത്തിലാണോ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരണം നടത്തുന്ന രാജ്യം. അതാണ് ദൈവരാജ്യം. അങ്ങനെ ഒരു രാജ്യമുണ്ടോ, ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോ മനുഷ്യനും, അത് ആർക്കും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സമയത്തിൻ്റെയോ സ്ഥലത്തിലോ ബന്ധിതമായിട്ടുള്ള ഒരു രാജ്യമല്ല. അത് മനുഷ്യ മനസ്സുകൾ ചേർത്ത് വയ്ക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്, ഭൂമിയിൽ ആണ് അത് ആരംഭിക്കുന്നത്. അതായത് നീ എപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ നീ ദൈവരാജ്യത്തിലേക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രവേശിക്കുകയാണ്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം: ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് മരണശേഷമാണ്. അല്ല, അതിൻ്റെ ആരംഭം ഈ ലോകത്തിൽ തന്നെയാണ്. ഈ ലോകത്തിൽ വെച്ചാണ് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ നരകത്തിലേക്ക് പ്രവേശിക്കണോ എന്ന് ഒരു വ്യക്തി തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് യേശുവിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ തയ്യാറായിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ വ്യക്തി സ്വർഗരാജ്യത്തിന്റെ വഴിയിലാണ്. ഇവിടുന്നാണ് ആരംഭിക്കുന്നത്. മരിച്ചിട്ട് കുറെ ഒപ്പീസ് ചെല്ലിയതുകൊണ്ടും കുറെ കുർബാന ചെല്ലിയതുകൊണ്ടും ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്നില്ല. ഇവിടുന്ന് ആരംഭിക്കണം. ഇവിടുന്ന് കർത്താവിന്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ കവാടം കടക്കുമ്പോഴും കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇവിടുന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പോൾ ദൈവരാജ്യം, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇവിടുന്നാണ് ആരംഭിക്കുന്നത്. ഈശോ പറഞ്ഞ ദൈവരാജ്യം ഒരു വിത്ത് പോലെയാണ്. ഒരു മനുഷ്യൻ മണ്ണിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് മുളച്ച് ആദ്യം ഇല, പിന്നെ കതിർ, അങ്ങനെ അത് വലുതായി വലുതായി വരുന്നു. അങ്ങനെയാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഒരു വചനത്തിലൂടെ ആയിരിക്കാം ആരംഭിക്കുന്നത്, ഒരു സന്ദേശം കേട്ടുകൊണ്ടായിരിക്കും ആരംഭിക്കുന്നത്. യേശു ക്രിസ്തുവിനെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് കടന്ന ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ ഇഷ്ടമനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ വരുന്ന ഒരു പോരായ്മയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ദൈവരാജ്യത്തിൻ്റെ മകൻ, ദൈവരാജ്യത്തിൻ്റെ മകൾ പ്രാർത്ഥിക്കുന്നതും ദൈവരാജ്യത്തിൻ്റെതല്ലാത്ത വ്യക്തി പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ഒരു വ്യക്തി ദൈവരാജ്യത്തിലാണെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഇതാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടണമേ. ഇപ്പോൾ നമ്മൾ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥലം വിൽക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പല വിധത്തിലുള്ള നിയോഗങ്ങളും നമുക്കുണ്ട്. ഈ നിയോഗങ്ങളിലൊക്കെ പ്രത്യേകത ഇത് എൻ്റെ നിയോഗമാണ്, ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ നിയോഗമാണ്. എനിക്ക് നല്ലൊരു വീട് പണിയണം, അത് ദൈവത്തിന് ഇഷ്ടമാണോ? എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ ഇഷ്ടമാണ്. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ചെയ്യുന്ന എന്താണ്?
നമ്മൾ ഈ നമ്മുടെ ഇഷ്ടം പറഞ്ഞിട്ട് കർത്താവിനെ ഇങ്ങോട്ട് വലിക്കുക. നമ്മൾ ഈ പശുവിനെയൊക്കെ പണ്ടൊക്കെ തീറ്റിയിട്ടുള്ളവരുണ്ടാകും. പശുവിനെ കയറ് പിടിച്ച് തീറ്റാൻ നടന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ കൂടുതലും ആടിനെയൊക്കെ തീറ്റാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. ആട് ഒരു ഇല കാണുമ്പോൾ ആ ഇലയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ വലിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പുറത്തെ വീട്ടിലെ അവർ നട്ട് പിടിപ്പിച്ച് ഇരിക്കുന്ന ഒരു നല്ല ചെടിയാണ്. അതാണ് ആടിനെ വലിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം അത് കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വലിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും. നമ്മുടെ ഇഷ്ടം ഈ രോഗം മാറണം, ഈ സ്ഥലം വിൽക്കണം, ഈ കുറച്ചുകൂടി നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കണം, നല്ല കാറുണ്ടാവണം. ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്ടം. കർത്താവിൻ്റെ ഇഷ്ടം ഏതാണ്? ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് നമ്മൾ പറയുകയാണ്, ഞാൻ മെഴുതിരി കത്തിക്കാം, ഞാൻ നേർച്ചയിടാം, ഞാൻ എൻ്റെ പള്ളിയിൽ പോവാം, ഞാൻ ഉപവാസം എടുക്കാം, നീ ഇങ്ങോട്ട് വായോ, ഞാൻ പറയണത് ചെയ്യും. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട്, നീ ഇതിൽ ഇടപെടണം, നിന്റെ ഹിതം ഇതാണെങ്കിൽ ഇത് നടത്തി തരണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. അതാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയാണ്. അത് നമ്മുടെ നന്മയ്ക്കാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ തയ്യാറാകണം. ഇനി ദൈവരാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാം. ദൈവരാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പഴയ നിയമത്തിലാണ് കാണുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ അനുസരിക്കണം. ഈ തോട്ടത്തിലെ പഴങ്ങളൊക്കെ നിനക്ക് കഴിക്കാം, പക്ഷേ ഈ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഈ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പിശാച് അവനെ പരീക്ഷിച്ച് എന്തിലാണ്? ഈ അനുസരണക്കേടിലാണ്. ആദ്യത്തെ പാപം എന്ന് ചോദിച്ചാൽ അനുസരണക്കേടാണ്. ദൈവത്തിൽ നിന്ന് ഞാൻ വിട്ടുപോയി, ദൈവത്തിൻ്റെ ആ ഹിതം നിറവേറ്റൽ ഞാൻ പരാജയപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തിന് പിറകെ പോയി, സ്വന്തം താല്പര്യത്തിന് പിറകെ പോയപ്പോൾ ആ വ്യക്തി ദൈവരാജ്യത്തിന് അകന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, അവരെ ദൈവം പറുദീസായിൽ നിന്ന് പുറത്താക്കി. എന്താ പറുദീസ എന്ന് പറഞ്ഞാൽ? പറുദീസ എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്ഥലമാണ്. ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ ഈ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരായി തീർക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നോഹയെ വിളിക്കുന്നത്. നോഹയോട് പറഞ്ഞത് എന്താണ്? നീ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കണം, അതിലെല്ലാ മൃഗങ്ങളെയും കയറ്റണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നിങ്ങളെ ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളോട് പറയാം, നിങ്ങളൊരു ഇതുപോലൊരു പെട്ടകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറയും, ഇതൊരു മണ്ടത്തര പരിപാടിയാണ്, ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ എന്ത് പറയും? ആളുകൾ അവനെ കളിയാക്കി എന്നാണ് വചനത്തിൽ നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ ദൈവം എന്തു പറഞ്ഞോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. മറ്റു വ്യക്തികളെല്ലാം നശിപ്പിച്ചു. പക്ഷെ എന്തുണ്ടായി? ഈ നോഹയുടെ സന്തതി പരമ്പരകൾ വീണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടം നിറവേറ്റാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ദൈവരാജ്യത്തിന് നിന്ന് പുറത്തുപോയി. അങ്ങനെ വീണ്ടും ദൈവം മൂന്നാമതൊരാളെ വിളിക്കുകയാണ്. ആ ആളുടെ പേരാണ് അബ്രാഹം എന്നുള്ളത്. അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, നീ എന്നെ അനുസരിക്കണം, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം. അങ്ങനെ ആദ്യമേ ദൈവം പരീക്ഷിച്ചു നോക്കിയത് നീ എന്നെ അനുസരിക്കൂ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 100-ാം വയസ്സിൽ ഒരു മകനെ കൊടുത്തുകൊണ്ട് 12-ാം വയസ്സായപ്പോൾ അവനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം പരീക്ഷിച്ചു നോക്കിയതാണ്, ഇവൻ എന്നെ അനുസരിക്കുമോ, ഇവൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോകുമോ. അങ്ങനെ ദൈവത്തിന് മനസ്സിലായി, എന്ത് വന്നാലും അബ്രാഹാം ഇഷ്ടമനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് അബ്രാഹാം പ്രവേശിക്കുകയാണ്. അപ്പോൾ ദൈവം വിചാരിച്ചു, ഇവന്റെ സന്തതി പരമ്പരകൾ ഇതുപോലെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ വീണ്ടും ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, ജനം വീണ്ടും ദൈവത്തിൽ നകന്നു. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോയി. അപ്പോഴാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തന്നെ, ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ ദൈവരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവഹിതത്തിലേക്ക് പ്രവേശിച്ച വ്യക്തിയാണ്. അതിനെ കർത്താവ് പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല പിന്നെ ആരാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക? ചില കുറങ്ങുന്നതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല പിന്നെ ആരാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക? ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ. എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? അതാണ് ദൈവരാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർ. ഇതിന് വീണ്ടും യേശു ശിഷ്യന്മാരും ഇങ്ങനെ യേശു വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറയണം, നിന്റെ അമ്മ അവിടെ കാത്തു നിൽക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ആരാണ് ഇത്? അതാ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ദൈവവചനം അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുന്നവർ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം ഭൂമിയിലേക്ക് ഇറക്കുക, അതാണ് കർത്താവിന്റെ ദൗത്യമായിരുന്നു. സ്വർഗത്തിന്റെ പ്രത്യേകതകൾ, അതല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുന്ന, ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന, എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. എല്ലാ കാര്യങ്ങളിലും, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമല്ല. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, അത് ദൈവത്തിന്റെ ആഗ്രഹത്തോട് അനുയോജ്യമാണെങ്കിൽ അത് നിറവേറട്ടെ, അല്ലെങ്കിൽ അത് വേണ്ട. അതാണ് ദൈവരാജ്യത്തിന്റെ മക്കളുടെ പ്രത്യേകത. രണ്ടാമത്തേത്, ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയായിട്ട് ഈശോ കാണുന്നത് സ്നേഹമാണ്. പഴയ നിയമത്തിന്റെ സകല കൽപ്പനകളെയും ഈശോ 2 കൽപ്പനയിൽ ഒതുക്കി. എന്താണ്? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാർ തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകൾ സ്നേഹത്തിന്റെ കൽപ്പനയിൽ ഒതുക്കി. ഈ സ്നേഹമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. ഒരിക്കല് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീടുണ്ടല്ലോ സ്വർഗമാണ് അച്ഛാ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? എനിക്ക് അത്ഭുതം തോന്നി. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ വീടുണ്ടല്ലോ അച്ഛാ സ്വർഗമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്, എല്ലാവരും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സഹകരണമാണ്, ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾക്ക് വലിയ പൈസയൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരസ്പരം സ്നേഹിക്കുന്നവരാണ് ഈ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നവർ. എവിടെ പരസ്പര സ്നേഹമുണ്ട് അവിടെ സ്വർഗരാജ്യമുണ്ട്. എവിടെ പരസ്പര സ്നേഹമുണ്ടോ അവിടെ സ്വർഗരാജ്യമുണ്ട്. നിന്റെ വീട്ടിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടോ അവിടെ സ്വർഗമുണ്ട്. അതാണ് ദൈവരാജ്യം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു വലിയ ഒരു കൃപയാണ് ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ മധ്യത്തിൽ, പരസ്പരം സ്നേഹിക്കുന്ന സമൂഹത്തിൽ, കുടുംബത്തിൽ അവിടെ സ്വർഗമുണ്ട്. ഇനി ഈ സ്വർഗത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? രണ്ടാമത്തെ പ്രത്യേകത, ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോവാണ്, എനിക്ക് ഈ സ്വർഗം ഒന്ന് കാണണം. അങ്ങനെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചു. സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാരണം, എന്താണ് നിങ്ങളുടെ അതിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഒന്ന്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുക്കാറില്ല. രണ്ടാമത്തേത്, എൻ്റെ ഇഷ്ടം എന്ന ഒരു കാര്യം ഞങ്ങളുടെ വീട്ടിലില്ല. ഇപ്പോൾ കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥന്റെ ഇഷ്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. മറ്റുള്ളവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. കുടുംബനാഥയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല. മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ കുടുംബനാഥന്റെയും മക്കളുടെ ഇഷ്ടമാണ് കുടുംബനാഥയുടെ ഇഷ്ടം. ഏറ്റവും ചുരുങ്ങിയത് ഒരു വസ്ത്രം എടുക്കാൻ പോവുകയാണെങ്കിൽ ഭർത്താവ് അല്ല സെലക്ട് ചെയ്യുന്നത്, ഭാര്യയാണ് ഭർത്താവിനെ സെലക്ട് ചെയ്യുന്നത്. ഭാര്യയ്ക്ക് ഒരു സാരി എടുക്കണമെങ്കിൽ ഭാര്യയല്ല സെലക്ട് ചെയ്യുന്നത്, ഭർത്താവാണ് സെലക്ട് ചെയ്യുന്നത്. മക്കൾക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ അത് മക്കളല്ല സെലക്ട് ചെയ്യുന്നത്, മാതാപിതാക്കളാണ് സെലക്ട് ചെയ്യുന്നത്. മക്കൾ പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, എൻ്റെ അപ്പനും അമ്മയുടെയും താല്പര്യമാണ് ഞങ്ങളുടെ താല്പര്യം. എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ഒരു കറി വെക്കുന്ന കാര്യത്തിലാണെങ്കിലും
മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും എൻ്റെ ഇഷ്ടം അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത തന്നെ തന്നെ ശൂന്യനാക്കുക, തന്നെ തന്നെ പരിത്യജിക്കുക. അതാണ് ദൈവരാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പൊ വീട്ടിലാണെങ്കിലും, ഒരു സഭയിലാണെങ്കിലും, ഇടവകയിലാണെങ്കിലും, ഒരു സംഘടന, ആരെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ അഹമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനാണ് വലുത്, നീയാണ് വലുത്. അതാണ് ഈ പ്രശ്നം. എൻ്റെ ഇഷ്ടം മറ്റുള്ളവരൊക്കെ അനുസരിക്കണം. ഈ നരകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നരകത്തിൽ പറയുന്നൊരു വാക്ക്, ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് എൻ്റെ എന്നുള്ളതാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം. നിങ്ങൾ നരകമായി തീർന്ന വീടുകളിലെ വിലാപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിങ്ങനെയായിരിക്കും: എൻ്റെ കാര്യം നോക്കാൻ ആരാ ഉള്ളത്? എൻ്റെ ഇഷ്ടം ആര് നോക്കുന്നു? എൻ്റെ ബർത്ത്ഡേ വല്ലവരും ചിന്തിക്കുന്നുണ്ടോ? ഞാനൊരു സാരി വാങ്ങിച്ചിട്ട് എത്ര നാളെ, അല്ലെങ്കിൽ ഞാനൊരു ഷർട്ട് എടുത്തിട്ട് എത്ര നാളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഞാൻ വല്ലതും ഭക്ഷണം കഴിച്ചോ എന്ന് വല്ലവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഞാൻ എന്ന് പറയുന്നതാണ് നരകത്തിന്റെ പ്രത്യേകത. നമ്മൾ എന്ന് പറയുന്നതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം ദൈവരാജ്യത്തിലാണോ എന്ന് ചോദിക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ടോ? സ്നേഹമുണ്ടോ? ഈ സ്വയം പരിത്യാഗമുണ്ടോ? എന്നെ തന്നെ ശൂന്യനാക്കുക. എന്നെ വേണ്ട, എനിക്ക് സന്തോഷം വേണ്ട. എൻ്റെ മക്കളുടെ സന്തോഷമാണ്, എൻ്റെ ഭാര്യയുടെ സന്തോഷം, എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എൻ്റെ ഇഷ്ടം എന്നൊരു സാധനം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വർഗം വരികയെ. അവിടെയാണ് സ്വർഗം. നിങ്ങൾ തീരുമാനിച്ചു നോക്കി, എൻ്റെ ഇഷ്ടമല്ല വലുത്, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെ ഇഷ്ടമാണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടമാണ് വലുത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി. അവിടെ സ്വർഗം വന്നു, അവിടെ സന്തോഷം വന്നു, അവിടെ സ്നേഹം വന്നു. അതിനാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ പരിത്യജിക്കണം. സ്വർഗത്തിൻ്റെ പ്രത്യേകത കർത്താവ് ഉടനീളം പറയുന്ന ഒരു കാര്യമാണ്. തന്നെ തന്നെ പരിത്യജിക്കാതെ ഒരുവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ സ്വർഗത്തെ രാജ്യത്തിൽ നിങ്ങൾ നേടും. അപ്പൊ ഏറ്റവും വലിയ നഷ്ടപ്പെടുത്തൽ എന്താണ്? എന്നെ തന്നെ പരിത്യജിക്കലാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ഈ പരിത്യാഗത്തിന്റെ ഒരു ശൈലി ഏറ്റെടുക്കണം. മൂന്നാമത്തെ ശൈലി എന്ന് പറഞ്ഞാൽ, അത് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചന ദ്രവ്യമായി സ്വജീവൻ നൽകുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത ശുശ്രൂഷ മനോഭാവമാണ്. മറ്റുള്ളവർ എന്നെ ശുശ്രൂഷിക്കണമെന്നല്ല, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ കടന്നു ചെല്ലുകയാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ. ഞാൻ ശുശ്രൂഷകനാണ്, ശുശ്രൂഷകയാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ സമൂഹത്തിന്റെ പ്രത്യേകത. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ ക്രിസ്ത്യാനികളാണ്, മാമോദീസ മുങ്ങിയിട്ടുണ്ട്. ദൈവരാജ്യത്തിലാണോ? ഇത് ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. നിങ്ങളുടെ കുടുംബം ദൈവരാജ്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും, എൻ്റെ വീടൊരു സ്വർഗമാണ്. എൻ്റെ ഇടവക ദൈവരാജ്യത്തിലാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ഇടവക ഒരു സ്വർഗമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ, ഈ ലോകത്തിൽ വെച്ച് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, മരണശേഷം നിങ്ങൾക്ക് അവിടെ കടക്കാൻ പറ്റില്ല, ആ ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ തലയിൽ മാമോദീസ വെള്ളം വീണിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആരും അഹങ്കരിക്കരുത്. അബ്രാഹത്തിന്റെ മക്കളാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാമോദീസ വെള്ളം തലയിൽ വീണിട്ടുണ്ട്, പള്ളി രജിസ്റ്ററിൽ എൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകില്ല. ദൈവരാജ്യത്തിലേക്ക് ഇപ്പൊ പ്രവേശിക്കണം, ഇന്ന് പ്രവേശിക്കണം, ഇവിടെ വെച്ച് പ്രവേശിക്കണം. ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് നീ പ്രഖ്യാപിക്കണം. അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം, യേശുവിൽ ആശ്രയിക്കണം. അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതും ഒക്കെ വ്യർത്ഥമാണ്, ഒരു കാര്യവുമില്ല. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. ഇനി ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്ന മക്കളുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്താണ്? മറ്റുള്ളവർക്ക് ദൈവരാജ്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവരോട് പറയണം, വരൂ, നിങ്ങൾക്ക് ഈ സ്വർഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ രക്ഷയിലേക്ക് കടക്ക്, ഈ ദൈവരാജ്യത്തിലേക്ക് കടക്ക്, ഈ ലോകത്തിൽ വെച്ച് കടക്ക്. അതാണ് പ്രിയപ്പെട്ടവരെ ഈ മിഷൻ പ്രവർത്തനം, അതാണ് സുവിശേഷ പ്രവർത്തനം. നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തിയിട്ടുണ്ട്, നീയും വരണം. അതാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. മറ്റുള്ളവരെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവരേതെങ്കിലും ആലയത്തിൽ പോയി ജീവിച്ചോട്ടെ, അവരാരോടും പ്രാർത്ഥിച്ചോട്ടെ എന്നല്ല. എല്ലാവരും ദൈവരാജ്യത്തിൽ എത്തിച്ചേരണം, യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരണം. അപ്പൊ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിൽ വിശ്വസിച്ച് ഈ
ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ ഈ സ്വർഗരാജ്യത്തിൽ ഇവർ ഇവിടെ വെച്ച് തന്നെ കടക്കണം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യം നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറട്ടെ. ദൈവരാജ്യത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ മക്കളായി ഞാൻ തീരണം. ഇനി നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കുറേയും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വചനത്തിൻ്റെ മുഴുവൻ സാരസംഗ്രഹം അതാണ്. ആരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നവരെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇതൊക്കെയാണ് വചനത്തിൽ പറയുന്നത്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ദൈവരാജ്യമായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഞാൻ സ്വർഗരാജ്യത്തിലാണോ? എൻ്റെ കുടുംബം സ്വർഗരാജ്യത്തിലാണോ? എൻ്റെ ഇടവക സ്വർഗരാജ്യത്തിലാണോ? അതോ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്ന, യേശു ക്രിസ്തുവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് യേശുവിനെ കെട്ടിവലിക്കുന്ന, വിദ്വേഷവും വൈരാഗ്യമായി ജീവിക്കുന്ന നരകത്തിൻ്റെ രാജ്യത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവിനെ പൂർണ്ണമായും വിട്ടുകൊടുക്കുക. കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നീ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. കർത്താവെ, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ഇനിയും സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവെ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ തയ്യാറാണ്. അങ്ങയുടെ ഹിതത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും ചേർക്കണമേ. ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങൾക്കിടയാകട്ടെ.